ഇതൊക്കെ ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. എന്താ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. സ്ത്രീ സമൂഹത്തെ അടിച്ചമർത്താനുള്ള നിയമങ്ങളാണിത് എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചണ്ഡമായ പ്രചരണത്തിൽ പലരും വീണു പോവുകയാണ്. ഇങ്ങനെയൊക്കെ നോക്കേണ്ടതുണ്ടോ, ഇത്രയൊക്കെ കണിശത പാലിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. മതബോധമുള്ള ഭർത്താക്കന്മാരുടെ കൂടെ നടക്കുന്ന ഭാര്യമാർ പോലും, അവരുടെ പെൺമക്കൾ പോലും അവർ പുറത്തേക്കിറങ്ങുമ്പോൾ ഈ വേഷവിധാനത്തിൽ അല്ലെങ്കിൽ സഹോദരിമാർ അവർ മാത്രമല്ല കുറ്റക്കാരാവുക, അവരുടെ മേൽനോട്ടം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള രക്ഷിതാക്കളും കുറ്റക്കാരായി മാറും. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും നേതാക്കളാണ്, കീഴെയുള്ള ആളുകൾ അഥവാ നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആരുടെയൊക്കെ മേൽനോട്ടത്തിന് നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ കാര്യവും നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താക്കീതെന്ന് മനസ്സിലാക്കുക. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. തൻ്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദിക്കപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞാൻ എന്താ ചെയ്യുക, അവരങ്ങനെ ചെയ്യല്ലേ. രക്ഷിതാക്കൾ വേഗാണ്ട് ഒഴിഞ്ഞു മാറും. ഒഴിഞ്ഞു മാറരുത്, ഇത് നമ്മുടെ കടമയാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ വിശ്വാസികളെ എന്ന വിളിയിൽ നമ്മളെല്ലാം ഉൾപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഈ കൽപ്പന നമ്മൾ മുഖവിലക്കെടുക്കണം. എന്താ റബ്ബ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. എത്ര ഗൗരവമാണ് ആ വാക്ക്. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നോക്കിയാൽ മതി എന്നല്ല. ഞാൻ ശരിയാണ്, ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. വാഹിലീക്കും, നിങ്ങളുടെ കുടുംബം, ഭാര്യ, സന്താനങ്ങള്, ഇവരുടെയൊക്കെ കാര്യവും നിങ്ങൾ നോക്കണം. അവരെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണം. അതെവിടുന്ന്? നാളെ പരലോകത്ത് മരണാനന്തരം ഭാര്യയെയും പെൺമക്കളെയും ഒക്കെ നരകത്തിയിലേക്ക് സഹോദരിമാരെ ഇടുമ്പോൾ അല്ലാ അരുതേ എന്ന് അവിടെ വെച്ച് സംരക്ഷിക്കണം തൻ്റെ ഇണയെയും മക്കളെയും എന്നാണോ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഒരിക്കലുമല്ല. അവിടെ അതിനൊട്ട് കഴിയൂല. ആര് വിചാരിച്ചാലും ആരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവിടെ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ നിന്ന് ചെയ്യേണ്ട പണിയാണത്. ഇവിടെ നിന്ന് ചെയ്യേണ്ട പണിയാണത്. കുഞ്ഞുനാളിലെ അഥവാ ഏതാണ്ടൊരു നല്ലൊരു പ്രായത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ, പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ പെൺമക്കൾക്ക് അതിനുള്ള ഒരു ട്രെയിനിങ് നൽകണം. ഒറ്റയടിക്ക് പ്രായപൂർത്തിയായിതാ സ്വിച്ച് ഇട്ടതുപോലെ ഇനി നാളെ മുതൽക്ക് നീ ഇങ്ങനെ ആവണം എന്ന് ഒരു കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടിക്കത് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് അതിൻ്റെ അടുക്കും തോറും ആ പ്രായം അടുക്കുന്ന വേളയിൽ തന്നെ അതിന് വേണ്ട വിധത്തിലുള്ള ചിട്ടകളും ശീലങ്ങളുമൊക്കെ നമ്മൾ ശീലിപ്പിക്കണം സഹോദരിമാരെ. അതാലോചിക്കണം, രക്ഷിതാക്കൾ ആലോചിക്കണം. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലക്കാവരുത്. പരലോകത്ത് ചോദ്യമുണ്ടാകും. അതേ അവസരത്തിൽ നമ്മൾ പറഞ്ഞുകൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, ഗൗരവത്തോടെ താക്കീര് നൽകി, എന്നിട്ടും അവർ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ദല്ല ഇദ ഇഹ്തദൈതും. നിങ്ങൾ നേർമാർഗത്തിലാണെങ്കിൽ പഴച്ചു പോകുന്ന ആളുകളുടെ കാര്യം പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തോളൂ. ലാ യദുറുക്കും മൻ ദല്ല ഇൻ ഇഹ്തദൈതും. നിങ്ങൾ നേർവഴിയിലായിട്ടുണ്ടെങ്കിൽ പഴച്ചു പോകുന്നവരുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല എന്ന്. പക്ഷേ നിങ്ങൾ നേർവഴിയിലാണെങ്കിൽ എന്ന് പറയുന്നിടത്ത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നേർവഴിയിലാവണമെങ്കിൽ എന്തു വേണം? തിന്മകൾ കാണുമ്പോൾ ആ തിന്മക്കെതിരെ നമ്മൾ പ്രതികരിക്കണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, ഉപദേശിക്കണം, ഗൗരവത്തോടെ അത് പറഞ്ഞു കൊടുക്കണം. അതേ അവസരത്തിൽ അധികാരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് ലോകത്ത് എല്ലാവരുടെയും വസ്ത്രധാരണം ശരിയാക്കാൻ ഇവിടെ ആരും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിത രീതികളും വസ്ത്രധാരണ രീതികളും ഒക്കെ പല മതത്തിലെ ആളുകൾക്കും പലതും ഉണ്ടാകും. പക്ഷേ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാമല്ലോ, അവരിലേക്ക് ഈ സന്ദേശം കൈമാറാമല്ലോ.
അവരോട് ഗൗരവത്തിൽ ഇത് താക്കീതിൻ്റെ സ്വരത്തിലാണെങ്കിൽ താക്കീതിൻ്റെ സ്വരത്തിലും പറഞ്ഞു പഠിപ്പിക്കാമല്ലോ. അത് ചെയ്യാതെ ആ മേഖലയിൽ നമ്മളൊരു അലംഭാവവും ഉദാസീനതയും കാണിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, പരലോക കോടതിയിൽ നമ്മളും കൂടി കുറ്റക്കാരാകും എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ നാം അത് പാലിക്കേണ്ടത് നമുക്ക് നാളെ പരലോകത്ത് റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും ഒക്കെ നമുക്ക് ലഭ്യമാകണം എന്ന നിലക്ക് തന്നെയാണ്. ആ വിധത്തിൽ നമ്മൾ ആ നിയമങ്ങളൊക്കെ പാലിക്കണം എന്നതാണ് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെയൊക്കെ സന്തോഷപൂർവം, ഒരു വെറുപ്പോടുകൂടെയല്ല. എന്തിനാ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ അള്ളാഹ് വെച്ചത്? എന്തിനാ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ റസൂല് പഠിപ്പിച്ചത്? ഇതെന്തൊരു ശരീഅത്താണ്, ഇനിയിപ്പോൾ അത് അംഗീകരിക്കാതൊട്ട് നിവൃത്തിയില്ല എന്ന നിലക്ക് മനസ്സിൽ വല്ലാത്ത രോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ അടക്കി പിടിച്ചുകൊണ്ടല്ല ഇസ്ലാമിൻ്റെ ഒരു കൽപ്പനയെയും അനുസരിക്കേണ്ടത്. സന്തോഷത്തോടെ അനുസരിക്കണം എന്നാണ്, നല്ല തൃപ്തിയോടെ അനുസരിക്കണം. എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഈ നിയമങ്ങൾ ഇതെൻ്റെ നന്മക്കാണ്. രണ്ട് ലോകത്തും അതാണ് എൻ്റെ നന്മ, രണ്ട് ലോകത്തും അതിലാണ് എൻ്റെ സുരക്ഷ. ആ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് ആ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.